ഗാസ മുനമ്പിലെ ഏറ്റവും വലിയ ഹമാസ് തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗാസയിലെ ഏറ്റവും വലിയ തുരങ്കത്തിനുള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം അവരുടെ ക്യാമറാമാൻമാരെയും AFP ജേർണലിസ്റ്റുകളെയും അനുവദിച്ചു. ഭൂഗർഭപാത ഒരു വിശാലമായ ശാഖാ ശൃംഖലയുടെ ഭാഗമാണ്. അത് 4 കിലോമീറ്ററിലധികം നീണ്ടുകിടക്കുകയും ചെയ്യുകയാണ്. ഗാസ അതിർത്തിയിൽ നിന്നും 400 മീറ്റർ അകലത്താണ് ഏറ്റവും വൻ തുരങ്കം. തുരങ്കത്തിന്റെ ഉൾഭാഗം വലിയ കിണർ പോലെയാണ് ദൃശ്യങ്ങളിൽ. കൂറ്റൻ ടണൽ പദ്ധതിക്കായി ഹമാസ് വൻതോതിൽ വിഭവങ്ങൾ ചിലവഴിച്ചു എന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെക്ട് പറഞ്ഞു. ഇസ്രയേൽ രാഷ്ട്രത്തെയും അതിലെ താമസക്കാരെയും ആക്രമിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രം നിറവേറ്റാനാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഹമാസും പാലസ്തീനും പിന്നിൽ പ്രവർത്തിക്കുന്ന അറബ് ശക്തികളും എന്തു നേടി? ഗാസയുടെ തകർച്ചയാണ് അവർക്ക് മുന്നിൽ ഞങ്ങൾ തെളിയിച്ചത്. ഇസ്രായേലിനെതിരെ ഇത്തരത്തിൽ നീങ്ങിയാൽ ദഹിപ്പിച്ചു കളയുമെന്ന അറബ് ശക്തികൾക്കും പാലസ്തീനും ആവർത്തിച്ച് തെളിയിക്കുകയാണ് സൈന്യം. ഇതിന്റെ നിർമ്മാണത്തിന് ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവായി. വർഷങ്ങൾ എടുത്തുവെന്നും വ്യക്തം. ഹമാസ് എന്ന പെരുച്ചാഴികൾക്ക് ഇത്തരത്തിൽ ഇസ്രായേലികളെ കൊല്ലാൻ സ്വപ്നം കണ്ട് മാളങ്ങൾ പണിയുന്ന പണം ഉണ്ടായിരുന്നുവെങ്കിൽ പാലസ്തീനികൾക്ക് റൊട്ടിയും ജാമും വാങ്ങിക്കൊടുക്കാമായിരുന്നു. പാലസ്തീനികൾക്ക് ഇസ്രയേലിൽ വന്ന് തോട്ടപ്പണിയും ലേബർ ജോലിയും ചെയ്യേണ്ട അവസ്ഥ വരില്ലായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം പരിഹസിക്കുന്നു. യുദ്ധത്തിന് മുൻപ് 2 ലക്ഷത്തോളം ഗാസവാസികൾ ഇസ്രയേലിൽ എത്തി ലേബർ ജോലികൾ ചെയ്തിരുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ അവരിൽ പലരും ഗാസയിലേക്ക് മടങ്ങി. ഇപ്പോഴും ഇസ്രയേലിൽ 50,000-ന് മുകളിൽ ഗാസവാസികൾ ജോലിക്കാരായുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷം അവരോട് വീടുകൾക്ക് പുറത്തിറങ്ങരുത് എന്നും ജോലിക്ക് വരരുത് എന്നും ജൂതരോഷത്താൽ പൊതുജനം തല്ലിക്കൊല്ലുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 3 മാസത്തോളമായി അവർ ഇസ്രയേലിലെ അവരുടെ വീടുകൾക്കുള്ളിൽ തന്നെ റൊട്ടിയും തിന്ന് കഴിയുന്നു. ഗാസയിലെ ഏറ്റവും വലിയ ഹമാസ് സുരംഗത്തിന്റെ വിവരങ്ങളും വീഡിയോകളും പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം ഇങ്ങനെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഹമാസിന്റെ ഏറ്റവും വലിയ ഭീകര തുരങ്കം കണ്ടെത്തി. ഇത്ര വലിയ തുരങ്കം ഇതിനു മുൻപ് കണ്ടെത്തിയിട്ടില്ല. ഗാസയിലെ ഒരു സിറ്റി കോംപ്ലക്സിൽ നിന്നാണ് തുരങ്കത്തിന്റെ വാൽവ്. തുരങ്കത്തിനുള്ളിൽ ചെറിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്ര വലിപ്പമുണ്ടായിരുന്നു. തുരങ്കത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 8 വല പോലെ നിരവധി തുരങ്കങ്ങൾ വേറെയും. തുരങ്കത്തിന്റെ അവശേഷിക്കുന്ന പണികൾ നടന്നുവരികയായിരുന്നു എന്നും ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ കൂറ്റൻ തുരങ്ക സംവിധാനം 4 കിലോമീറ്ററിലധികം ഏകദേശം 2.5 മൈൽ പരന്നു കിടക്കുന്നു. എറൈസ് ക്രോസിംഗിൽ നിന്ന് 400 മീറ്റർ മാത്രം അകലെയാണ് ഇതിന്റെ പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്നത്. ഗാസക്കാർ ജോലിക്കായി ഇസ്രയേലിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തിക്ക് സമീപത്താണ് ഈ ടണൽ ഉള്ളത്. പലസ്തീനികളും അറബ് ശക്തികളും ഹമാസും എത്ര ചതിയന്മാരാണ് എന്ന് നോക്കൂ. പലസ്തീൻ ജനങ്ങൾക്ക് വൈദ്യസഹായവും ആഹാരവും പാലും പഴങ്ങളും ഒക്കെ നൽകാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്ന എറൈസ് അതിർത്തി കവാടത്തിൽ നിന്നും 400 മീറ്റർ അകലെയാണ് ഈ തുരങ്കം. ഇവർ തുരങ്കത്തിനടിയിലൂടെ ഭൂമി തുറന്ന് ഇസ്രയേലിലേക്ക് എത്താൻ ശ്രമിച്ചു. സഹായങ്ങൾ നൽകുന്ന ഇസ്രയേലിന്റെ അതിർത്തി കവാടം മുകളിലും അതിനിടയിൽ എലികളെപ്പോലെ ചതിയുടെ മാളങ്ങൾ ഇസ്രയേലിലേക്ക് തുരന്നും എത്തുക. ഇത്രമാത്രം നീചന്മാരും വൃത്തികെട്ട ആളുകളുമാണ് ഹമാസ് എന്നും മൃഗതുല്യരാണ് എന്നും സൈന്യം കുറ്റപ്പെടുത്തി. ഇപ്പോൾ കണ്ടെത്തിയ കൂറ്റൻ തുരങ്കത്തിന്റെ നിർമ്മാണ തലവൻ ഹമാസ് തലവൻ യഹ്യ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് യഹിയ ആണ്. അറബ് രാജ്യങ്ങളാണ് ഹമാസിന് ഇത്തരത്തിൽ ലോക സമാധാനം തകർക്കാൻ പണം നൽകുന്നത്. ടണലിൽ പാസേജ് വേകളുടെ കട്ടയിൽ ഡ്രെയിനേജ് സംവിധാനങ്ങൾ, വൈദ്യുതി, വെന്റിലേഷൻ, മലിനജലം, ആശയവിനിമയ ശൃംഖല, റെയിലുകൾ എന്നിവ ഉൾപ്പെടുന്നു. തറ ഒതുക്കപ്പെട്ട മണ്ണാണ്. അതിന്റെ ഭിത്തികൾ കോൺക്രീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. അതിന്റെ പ്രവേശന കവാടം 1/2 ഇഞ്ച് കട്ടിയുള്ള ഒരു ലോഹ സിലിണ്ടറാണ്. ഇതെല്ലാം ഗാസയ്ക്ക് പുറത്തുനിന്ന് എത്തിച്ചതാണ്. ഹമാസ് ചിത്രീകരിച്ചതായി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട ഫുട്ടേജിൽ ഒരു ചെറിയ നിർമ്മാണ വാഹനം തുരങ്കത്തിലേക്ക് ഓടിക്കുന്നത് കാണിച്ചു. ഭിത്തികൾ നിരത്തുന്നതിന് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് നിറച്ച വിപുലമായ താൽക്കാലിക വെയർഹൌസും ക്രൂഡ് പവർ ടൂളുകൾ ഉപയോഗിച്ച് ഭൂമിക്ക് താഴെ കുഴിയെടുക്കുന്ന തൊഴിലാളികളും ആയിരുന്നു. ആക്രമണത്തിന് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ആയുധങ്ങൾ തുരങ്കത്തിൽ സൂക്ഷിച്ചിരുന്നതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. പലസ്തീൻ തൊഴിലാളികൾക്കും വൈദ്യസഹായത്തിനായി യാത്ര ചെയ്യുന്നവർക്കും കർശനമായി നിയന്ത്രിതമായ പ്രവേശനം സുഗമമാക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന എറൈസ് ക്രോസിംഗിന് സമീപം ബോധപൂർവമാണ് തുരങ്കം നിർമ്മിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെക്ട് പറഞ്ഞു, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ജനതയെ ആക്രമിക്കുന്നത് ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനേക്കാൾ മുൻഗണന നൽകുന്നു. ഈ യുദ്ധത്തിന് കാരണം ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് കടന്നുകയറി ഹമാസ് ഭീകരർ നടത്തിയ കൂട്ടക്കൊലയായിരുന്നു. 1200 ഇസ്രായേലികളെ തൽക്ഷണം വെടിവെച്ചു കൊല്ലുകയും കുട്ടികളുടെ കഴുത്തറുക്കുകയും 240 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇതിന്റെ മറുപടിയായുള്ള ഗാസ ദഹനമാണ് ഇപ്പോൾ നടത്തുന്നത്. മറുപടിയായി ഇസ്രായേൽ ഹമാസിനെ നശിപ്പിക്കാൻ പുറപ്പെട്ടു. ആ ലക്ഷ്യം നേടുന്നതിനായി ഗാസ മുനമ്പിൽ നിരന്തരമായ ബോംബാക്രമണവും കരയാക്രമണവും നടത്തി. ഗാസയിൽ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം പറയുന്നത് യുദ്ധത്തിൽ ഇസ്രയേൽ
18,800-ലധികം ആളുകളെ കൊന്നു, കൂടുതലും സ്ത്രീകളും കുട്ടികളും. ഗാസയിൽ ഇനിയും തുരങ്കങ്ങളുണ്ട്. US മിലിറ്ററി അക്കാദമി വെസ്റ്റ് പോയിന്റിലെ മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്ടോബർ 17-ന് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ 500 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന 1,300 തുരങ്കങ്ങളുണ്ട് എന്ന് പറയുന്നു. 800-ലധികം തുരങ്കങ്ങൾ കണ്ടെത്തിയതായും 500 എണ്ണം നശിപ്പിക്കപ്പെട്ടതായും ഡിസംബർ തുടക്കത്തിൽ ഇസ്രായേൽ സൈന്യം പറഞ്ഞു. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് പമ്പ് ചെയ്ത കടൽ വെള്ളം ഉപയോഗിച്ച് തുരങ്കങ്ങളിൽ വെള്ളം നിറയ്ക്കുന്ന കാര്യം സൈന്യം പരിഗണിക്കുന്നുണ്ട് എന്നും പരീക്ഷണങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നും കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.